നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. ആ കഥ ഇതാണ്. അക്ബർ മഹാരാജാവ് ബീർബലിനെ അതിരറ്റ് പ്രശംസിക്കുന്നതിൽ രാജസദസ്സിലെ പലർക്കും അസൂയയുണ്ടായി. എന്തിനധികം പറയുന്നു, കൊട്ടാരം ശുരകന് പോലും ബീർബൽ കണ്ണിലെ കരടായി. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ബീർബലിനെ കൊട്ടാരത്തിൽ നിന്ന് ഓടിക്കണമെന്ന് ശുരകൻ തീരുമാനിച്ചു. അതിനായി അയാൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു ദിവസം അയാൾ രാജാവിൻ്റെ മുഖം ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കെ ഇപ്രകാരം പറഞ്ഞു: തിരുമനസ്സേ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ അങ്ങയുടെ പിതാവിനെ ദർശിച്ചു. എല്ലാം കൊണ്ടും സന്തുഷ്ടനായിരുന്നു അദ്ദേഹമെങ്കിലും ഒരു ദുഃഖം ആ മുഖത്ത് നിഴലിച്ചു. ഞാൻ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വർഗത്തിൽ തന്നെ നർമ്മോക്തികളാൽ സന്തോഷിപ്പിക്കാൻ ആരുമില്ലെന്നും ആ കുറവ് നികത്താൻ ബീർബലിനെ എത്രയും വേഗം സ്വർഗത്തിലേക്ക് അയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ബർ രാജാവിനിത് കേട്ടപ്പോൾ സങ്കടമായി. തൻ്റെ പ്രിയപ്പെട്ട ബീർബലിനെ കൈവിടുന്നതാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. എങ്കിലും അച്ഛൻ്റെ തൃപ്തി ആണ് ഏറ്റവും വലുതെന്ന് അക്ബർ രാജാവ് ചിന്തിച്ചു. അക്ബർ രാജാവ് ഇക്കാര്യം ബീർബലിനോട് പറഞ്ഞു. ശുരകൻ്റെ കള്ളക്കളിയാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ടും ബീർബൽ എതിരൊന്നും പറഞ്ഞില്ല. ബീർബലിൻ്റെ വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ ചിതയിൽ ബീർബൽ ചാടി. തീ ആളിക്കത്തി. എന്നാൽ ചിതയ്ക്കടിയിൽ നേരത്തെ ഒരുക്കിയ രഹസ്യപാതയിലൂടെ ബീർബൽ രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലെത്തി. ഒളിവ് ജീവിതം തുടങ്ങി. അങ്ങനെ 6 മാസം വരെ ഒളിവ് ജീവിതം നയിച്ചു. 6 മാസത്തിന് ശേഷം നീണ്ട താടിയും മുടിയുമായി ബീർബൽ കൊട്ടാരത്തിലെത്തി. അക്ബർ രാജാവിനെ ബീർബൽ തിരിച്ചറിഞ്ഞു. രാജാവിനും ബീർബലിനെ തിരിച്ചറിയാൻ സാധിച്ചു. സ്വർഗത്തിലെ വിശേഷങ്ങൾ തിരക്കി രാജാവ്. അപ്പോൾ ബീർബൽ രാജാവിനോടായി പറഞ്ഞു: അങ്ങയുടെ പിതാവ് ഇപ്പോൾ സന്തോഷമാണ്, വളരെ സന്തോഷത്തിലാണ് മഹാരാജാവേ. ഞാൻ നർമ്മങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ രസിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രശ്നം ഇപ്പോഴും അദ്ദേഹത്തെ അലട്ടുകയാണ്. ക്ഷൗരം ചെയ്യാൻ പറ്റിയ ആരും തന്നെ അവിടെയില്ല എന്നതാണ് അങ്ങയുടെ പിതാവിന് സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിൽ അദ്ദേഹത്തിന് അതിയായ വിഷമവുമുണ്ട്. അങ്ങയുടെ ശുരകനെ അങ്ങോട്ട് അയക്കാൻ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത്. അത് കേൾക്കേണ്ട താമസം. ശുരകനെ ദഹിപ്പിച്ച് സ്വർഗത്തിലേക്ക് അയക്കുവാൻ അക്ബർ മഹാരാജാവ് ഉത്തരവിട്ടു. അങ്ങനെ ശുരകൻ ശരിക്കും സ്വർഗത്തിലെത്തി. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കഥയാണ്. കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.